നമസ്കാരം, ഉച്ചവാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം തലക്കെട്ട്. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനാഘോഷ നിറവിൽ രാജ്യം. ധീര സൈനികർക്ക് ആദരമർപ്പിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ദേശീയ യുദ്ധസ്മാരകത്തിൽ പുഷ്പചക്രം അർപ്പിച്ചു. കർത്തവ്യപഥിൽ പതാക ഉയർത്തി രാഷ്ട്രപതി ദ്രൗപദി മുർമു. അഭിമാനമായി സേനാ പരേഡ്. പരേഡിൽ കേരളത്തിന്റേതടക്കം 30 ടാബ്ലോകൾ. भारत की पहली वाटर मेट्रो और 100% डिजिटल साक्षरता की उपलब्धि को आत्मनिर्भरता का मंत्र, ग्रामीण परिवेश में डिजिटल साक्षरता की ब्रांड एम्बेसडर. Flag of the European Union. യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റോയും യൂറോപ്യൻ യൂണിയൻ കമ്മീഷൻ ഉർസുല വോൺ ഡെർ ലയനും മുഖ്യാതിഥികൾ. ജമ്മുവിലെ സാംബയിൽ നുഴഞ്ഞുകയറിയ ഭീകരനെ വധിച്ച സൈന്യം. ഡൽഹിയിൽ അതീവ ജാഗ്രത. സംസ്ഥാനത്തും വിപുലമായ റിപ്പബ്ലിക് ദിനാഘോഷം. തിരുവനന്തപുരത്ത് പതാക ഉയർത്തി ഗവർണർ രാജേന്ദ്ര അർലേക്കർ. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്ന് വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കണമെന്ന് ഗവർണറുടെ റിപ്പബ്ലിക് ദിന സന്ദേശം. Will be on different roles. We are not enemies, neither center nor state. വിവിധ ജില്ലകളിൽ പതാക ഉയർത്തി മന്ത്രിമാർ. കണ്ണൂരിൽ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ പ്രസംഗിക്കുന്നതിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രന് ദേഹാസ്വാസ്ഥ്യം. NSS SNDP ഐക്യം തള്ളി NSS ഡയറക്ടർ ബോർഡ്. ഐക്യം പ്രായോഗികമല്ല എന്ന് NSS. ഐക്യവുമായി പോയാൽ സമദൂരം എന്ന ആശയം നടക്കില്ലെന്ന് NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർ. ഐക്യം സംബന്ധിച്ച് കൂടുതൽ പരിശോധിച്ച ശേഷം പ്രതികരിക്കാമെന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. CPM കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം വി കുഞ്ഞികൃഷ്ണനെ CPM പുറത്താക്കി. നടപടി ഇന്ന് ചേരുന്ന ജില്ലാ കമ്മിറ്റി യോഗത്തിൽ. ധനരാജ് രക്തസാക്ഷി ഫണ്ട് തട്ടിപ്പിൽ വെളിപ്പെടുത്തൽ നടത്തിയത് കടുത്ത അച്ചടക്ക ലംഘനമെന്ന് പാർട്ടി വിലയിരുത്തൽ. പയ്യന്നൂരിൽ വിഭാഗീയത രൂക്ഷം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ ED ഉദ്യോഗസ്ഥർക്ക് മൊഴിപ്പകർപ്പ് കൈമാറാൻ ഒരുങ്ങിയ SIT. പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴിപ്പകർപ്പ് കൈമാറും. ED ഉദ്യോഗസ്ഥർ നാളെ SIT ഓഫീസിലെത്തി മൊഴിപ്പകർപ്പ് സ്വീകരിക്കും. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി പത്മവിഭൂഷൺ ലഭിച്ചതിനെ സ്വാഗതം ചെയ്ത് CPM. പത്മ പുരസ്കാരം മുൻകാലത്ത് നേതാക്കൾ നിഷേധിച്ചത് അവരുടെ നിലപാടെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. പത്മവിഭൂഷൺ സ്വീകരിക്കണമോ എന്ന് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് VSന്റെ മകൻ BA അരുൺകുമാർ അമൃത വാർത്തകളോട്. എഴുപത്തിയേഴാമത് റിപ്പബ്ലിക് ദിനം വിപുലമായി ആഘോഷിച്ച രാജ്യം. രാജ്യത്തിന്റെ കരുത്ത് ലോകത്തിന് കാട്ടിക്കൊടുക്കുന്ന പ്രൗഢഗംഭീരമായ പരേഡാണ് കർത്തവ്യപഥിൽ അരങ്ങേറിയത്. രാഷ്ട്രപതി ദ്രൗപദി മുർമു, പ്രധാനമന്ത്രി നരേന്ദ്രമോദി തുടങ്ങിയവർ പരേഡിന് സാക്ഷികളായി. യൂറോപ്യൻ യൂണിയൻ നേതാക്കളായിരുന്നു ഇത്തവണത്തെ റിപ്പബ്ലിക് ദിന പരേഡിലെ മുഖ്യാതിഥികൾ. കനത്ത സുരക്ഷയിലാണ് രാജ്യതലസ്ഥാനം. ഇന്ത്യൻ സൈനിക കരുത്തുകാട്ടി എന്തിനും രാജ്യം സുസജ്ജമെന്ന് ലോകത്തോട് വിളിച്ചോതുന്ന പ്രൗഢഗംഭീര പരേഡിനാണ് കർത്തവ്യപഥ് സാക്ഷ്യം വഹിച്ചത്. രാവിലെ ദേശീയ യുദ്ധസ്മാരകത്തിലെത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ധീര സൈനികർക്ക് ആദരമർപ്പിച്ചതിന് പിന്നാലെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. പ്രതിരോധ മന്ത്രിക്കും സേനാ മേധാവികൾക്കുമൊപ്പമായിരുന്നു പ്രധാനമന്ത്രി എത്തിയത്. ഇന്ത്യൻ സൈന്യത്തിലെ ഏറ്റവും മുതിർന്ന റെജിമെന്റായ പ്രസിഡന്റിന്റെ അംഗരക്ഷകരുടെ അകമ്പടിയോടെ പരമ്പരാഗത ബഗ്ഗിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനൊപ്പം യൂറോപ്യൻ കൗൺസിൽ പ്രസിഡന്റ് അന്റോണിയോ കോസ്റ്റയും യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെർ ലയനും കർത്തവ്യപഥിലെത്തി. ദേശീയ പതാകയെ അഭിവാദ്യം ചെയ്തതിനു പിന്നാലെ പരേഡിന് തുടക്കമായി. കർത്തവ്യപഥിലൂടെ കടന്നുപോയ സൈനിക അർദ്ധസൈനിക വിഭാഗങ്ങളും നിശ്ചല ദൃശ്യങ്ങളും രാജ്യത്തിന്റെ നേട്ടങ്ങളുടെ കഥകളാണ് പങ്കുവച്ചത്. വന്ദേമാതരത്തിന്റെ 150ാം വാർഷികവും ഓപ്പറേഷൻ സിന്ദൂറുമായിരുന്നു പരേഡിന്റെ പ്രധാന പ്രമേയം. ബ്രഹ്മോസ് ആകാശ് മിസൈൽ സംവിധാനങ്ങൾ, സൂര്യാസ്ത്ര റോക്കറ്റ് ലോഞ്ചർ, മെയിൻ ബാറ്റിൽ ടാങ്ക് അർജുൻ എന്നിവ പരേഡിൽ അഭിമാനമായി മാറി. ഇന്ത്യൻ സൈന്യം ആദ്യമായി പരേഡിൽ ബാറ്റിൽ അറേ ഫോർമേഷൻ പ്രദർശിപ്പിച്ചു.
you can see Bajrang formation comprising 6 Rafale fighter aircraft have stopped to stare at these Rafales. കരസേനയിൽ പുതുതായി രൂപീകരിച്ച ഭൈരവ് ബറ്റാലിയനും ഒപ്പം കൗതുക കാഴ്ചയായി കരസേനയുടെ മൃഗസംരക്ഷണ വിഭാഗവും പരേഡിൽ ശ്രദ്ധ നേടി. വ്യോമസേന ഒരുക്കിയ 29 വിമാനങ്ങളുടെ അഭ്യാസ പ്രകടനം ആകാശത്ത് വിസ്മയമൊരുക്കി. Comprising 2 Rafale, 2 Sukhoi, 2 MiG-29, 1 jet. കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾ, കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിവിധ മന്ത്രാലയങ്ങൾ എന്നിവയിൽ നിന്നുള്ള മൊത്തം 30 ടാബ്ലോകളാണ് കർത്തവ്യപഥിലൂടെ നീങ്ങിയത്. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കേരളം നിശ്ചല ദൃശ്യം അവതരിപ്പിച്ചത്. सरसू को स्मार्टफोन और लैपटॉप पर काम करते हुए देखा जा सकता है. झांकी में वाटर मेट्रो नाव है. 77 വർഷം കൊണ്ട് രാജ്യം ആർജിച്ചെടുത്ത കരുത്ത് കർത്തവ്യപഥിലൂടെ നടന്നു നീങ്ങിയപ്പോൾ അത് ഓരോ ഇന്ത്യക്കാരനും അഭിമാനിക്കാനുള്ള നിമിഷമായി മാറി. ന്യൂസ് ഡെസ്ക് അമൃത TV. ഓരോ ഇന്ത്യക്കാരൻ്റെയും ഏറ്റവും വലിയ ആയുധമാണ് ഇന്ത്യൻ ഭരണഘടനയെന്ന് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി. ഭരണഘടന നമ്മുടെ ശബ്ദവും അവകാശങ്ങൾക്കുള്ള സംരക്ഷണ കവചവുമാണ്. ഇന്ത്യൻ റിപ്പബ്ലിക് നിലകൊള്ളുന്നത് ഭരണഘടനയുടെ ശക്തമായ അടിത്തറയിലാണെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു. സമത്വത്തിലൂടെയും ഐക്യത്തിലൂടെയും മാത്രമേ ഭരണഘടന ശാക്തീകരിക്കപ്പെടുകയുള്ളൂ. ഭരണഘടനയെ സംരക്ഷിക്കുക എന്നാൽ ഇന്ത്യൻ റിപ്പബ്ലിക്കിനെ സംരക്ഷിക്കുക എന്നതാണെന്നും രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്തു. 77ാമത് റിപ്പബ്ലിക് ദിനം ആഘോഷിച്ച് സംസ്ഥാനവും. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ആഘോഷത്തിൽ ഗവർണർ രാജേന്ദ്ര അർലേക്കർ പതാക ഉയർത്തി. കേന്ദ്രവും സംസ്ഥാനവും ഒരുമിച്ച് നിന്ന് വികസിത ഭാരതത്തിനായി പ്രവർത്തിക്കണമെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ ഗവർണർ പറഞ്ഞു. സംസ്ഥാനതല റിപ്പബ്ലിക് ദിനാഘോഷത്തിന് തുടക്കം കുറിച്ച് ഗവർണർ രാജേന്ദ്ര അർലേക്കർ തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ പതാക ഉയർത്തി. വായുസേനയുടെ പുഷ്പവൃഷ്ടിക്ക് ശേഷം വിവിധ സേനാ വിഭാഗങ്ങളുടെയും അശ്വാരൂഢ സേന, സംസ്ഥാന പോലീസ്, NCC, സ്കൗട്ട്, ഗൈഡ്സ്, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകൾ, NSS വളണ്ടിയർമാർ എന്നിവയുടെ അഭിവാദ്യം ഗവർണർ സ്വീകരിച്ചു. മുഖ്യമന്ത്രി പിണറായി വിജയൻ, വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി തുടങ്ങിയ ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും തിരുവനന്തപുരത്ത് ആഘോഷങ്ങളുടെ ഭാഗമായി. കേന്ദ്രവും സംസ്ഥാനവും ശത്രുക്കളല്ലെന്നും വികസിത ഭാരതത്തിനായി ഒരുമിച്ച് പ്രവർത്തിക്കണമെന്നും ഗവർണർ റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ പറഞ്ഞു. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുക്കുകയാണ്. എല്ലാ പൗരന്മാരും വോട്ടവകാശം വിനിയോഗിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. That the center and the state should be on different roles. We are not enemies, neither center nor state. All have to follow the path of coming together, having hand in hand and walking together towards the progress of this country. സംസ്ഥാനത്ത് ആദ്യമായാണ് നാഷണൽ സർവീസ് കേഡറ്റുകൾ പരേഡിന്റെ ഭാഗമാകുന്നത്. പരേഡിന് ശേഷം വിദ്യാർത്ഥികളുടെ കലാപരിപാടികളും അരങ്ങേറി. അമൃത ന്യൂസ്, തിരുവനന്തപുരം. റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് ജില്ലകളിലും വിപുലമായ ആഘോഷങ്ങളാണ് സംഘടിപ്പിച്ചത്. മന്ത്രിമാർ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലം ജില്ലയിലെ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി KB ഗണേഷ് കുമാർ ദേശീയ പതാക ഉയർത്തി. കൊല്ലം ആശ്രമ മൈതാനിയിൽ നടന്ന പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജ് പത്തനംതിട്ട കാത്തലിക് കോളേജ് മൈതാനിയിൽ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ഭരണഘടന ഒരു നിയന്ത്രണ രേഖ അല്ല എന്നും ഭരണഘടനയുടെ കാവലാളാവുക എന്നത് എല്ലാവരുടെയും ഉത്തരവാദിത്തമാണെന്നും ആലപ്പുഴയിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി P. പ്രസാദ് പറഞ്ഞു. കോട്ടയം പോലീസ് പരേഡ് ഗ്രൗണ്ടിൽ നടന്ന ജില്ലാതല ചടങ്ങിൽ മന്ത്രി VN വാസവൻ ദേശീയ പതാക ഉയർത്തി. ക്രൈസ്തവർക്കും മുസ്ലിങ്ങൾക്കുമെതിരെ രാജ്യത്ത് അക്രമങ്ങൾ വർദ്ധിക്കുന്നുവെന്ന് റിപ്പബ്ലിക് ദിന സന്ദേശത്തിൽ മന്ത്രി പറഞ്ഞു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ നടന്ന പരിപാടിയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി. എറണാകുളം ജില്ലാതല ആഘോഷ പരിപാടികൾ കാക്കനാട് സിവിൽ സ്റ്റേഷൻ പരേഡ് ഗ്രൗണ്ടിലാണ് നടന്നത്. വ്യവസായ മന്ത്രി P. രാജീവ് ദേശീയ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. ഭരണഘടനയുടെ അടിസ്ഥാന ശിലകളുടെ അന്തസത്ത ഉൾക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോഴാണ് അത് ജീവിക്കാനുള്ളതാകുന്നതെന്ന് മന്ത്രി P. രാജീവ് പറഞ്ഞു. തൃശൂർ തേക്കിൻകാട് മൈതാനിയിൽ പ്രത്യേകം തയ്യാറാക്കിയ വേദിയിൽ മുഖ്യാതിഥി റവന്യൂ മന്ത്രി K. രാജൻ ദേശീയ പതാക ഉയർത്തി. പാലക്കാട് കോട്ട മൈതാനത്ത് വൈദ്യുതി മന്ത്രി K. കൃഷ്ണൻകുട്ടിയാണ് പതാക ഉയർത്തിയത്. മലപ്പുറത്ത്
കാസർഗോഡ് നടന്ന പരിപാടിയിൽ മന്ത്രി അബ്ദുറഹ്മാൻ ദേശീയ പതാക ഉയർത്തുകയും സിവിൽ സ്റ്റേഷനിലെ യുദ്ധസ്മാരകത്തിൽ ആദരമർപ്പിച്ച ശേഷം MSP ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ മന്ത്രി അഭിവാദ്യം സ്വീകരിക്കുകയും ചെയ്തു. കോഴിക്കോട് വെസ്റ്റ് ഹില്ലിലെ ക്യാപ്റ്റൻ വിക്രം മൈതാനിയിൽ നടന്ന പരിപാടിയിൽ ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി. ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന മൂല്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്തം ഓരോ വ്യക്തിക്കുമുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. വയനാട് പിന്നോക്കക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. കണ്ണൂരിലെ റിപ്പബ്ലിക് ദിന പരേഡിനിടെ മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ കുഴഞ്ഞു വീണത് ആശങ്കയുണ്ടാക്കിയെങ്കിലും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം ആരോഗ്യവാനായി മടങ്ങി. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ നടന്ന റിപ്പബ്ലിക് ദിന പരേഡിൽ വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രൻ പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. രാജ്മോഹൻ ഉണ്ണിത്താൻ MP ഉൾപ്പെടെയുള്ള ജനപ്രതിനിധികൾ കാസർഗോഡ് നടന്ന റിപ്പബ്ലിക് ദിന ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ ബ്യൂറോകളുടെ സഹായത്തോടെ ന്യൂസ് ഡെസ്ക് അമൃത TV. എറണാകുളത്ത് റിപ്പബ്ലിക് ഡേ പരേഡ് കാണാനെത്തി 94 വയസ്സുകാരി വിശാലം. സ്റ്റുഡൻസ് പോലീസ് കേഡറ്റുകളായ പേരക്കുട്ടികളുടെ പരേഡ് കാണാനാണ് വിശാലം എത്തിയത്. പോലീസുകാർ വിശാലത്തിന് മുൻനിരയിൽ തന്നെ ഇരിപ്പിടമൊരുക്കി പരേഡ് കാണാൻ അവസരമൊരുക്കി. ക്യാമറാമാൻ P ശശികാന്ത് പകർത്തിയ ദൃശ്യങ്ങൾ. BJP സംസ്ഥാന കാര്യാലയമായ തിരുവനന്തപുരം KG മാരാർ ഭവനിൽ 77ാം റിപ്പബ്ലിക് ദിനം ആഘോഷിച്ചു. BJP മുൻ സംസ്ഥാന പ്രസിഡന്റ് കുമ്മനം രാജശേഖരൻ ദേശീയ പതാക ഉയർത്തി. മുതിർന്ന BJP നേതാവും മുൻ കേന്ദ്രമന്ത്രിയുമായ V മുരളീധരൻ, സംസ്ഥാന ജനറൽ സെക്രട്ടറി S സുരേഷ് എന്നിവർ പങ്കെടുത്തു. ജമ്മുകാശ്മീരിലെ കിഷ്തോറിൽ സൈന്യവും ഭീകരരും തമ്മിൽ ഏറ്റുമുട്ടൽ. 3 ഭീകരരെ സൈന്യം വളഞ്ഞു. കനത്ത മഞ്ഞുവീഴ്ചയെ മറയാക്കി നുഴഞ്ഞു കയറാനുള്ള ഭീകരരുടെ ശ്രമം സൈന്യം തകർത്തു. ഈ മാസം 22-ന് ഏറ്റുമുട്ടലിനിടെ രക്ഷപ്പെട്ട 3 ജെയ്ഷെ മുഹമ്മദ് ഭീകരരെയാണ് സൈന്യം ഇപ്പോൾ വളഞ്ഞിരിക്കുന്നത് എന്നാണ് വിവരം. ഇന്നലെ രാത്രി തുടങ്ങിയ ഏറ്റുമുട്ടൽ തുടരുകയാണ്. കനത്ത മഞ്ഞുവീഴ്ചയ്ക്കിടയിൽ പ്രതികൂല കാലാവസ്ഥയെ അവഗണിച്ചാണ് സൈന്യം ഈ മേഖലയിൽ തെരച്ചിൽ തുടരുന്നത്. SNDPയുമായുള്ള ഐക്യനീക്കത്തിൽ നിന്നും NSS പിന്മാറി. ഇന്ന് ചേർന്ന NSS ഡയറക്ടർ ബോർഡാണ് SNDPയുമായുള്ള ഐക്യനീക്കം വേണ്ടെന്ന നിലപാട് സ്വീകരിച്ചത്. അതേസമയം വെള്ളാപ്പള്ളിയുടെ ഐക്യനീക്കത്തിന് പിന്നിൽ രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ട് എന്ന് വ്യക്തമായതോടെയാണ് NSS പിന്മാറിയതെന്ന് G സുകുമാരൻ നായർ പറഞ്ഞു. സർക്കാരിൻ്റെ കാര്യത്തിലായാലും പാർട്ടിയുടെ കാര്യത്തിലായാലും എല്ലാ സമുദായങ്ങളുടെ കാര്യത്തിലായാലും ഞങ്ങളെല്ലാവരും നല്ല ഒരു സൗഹൃദം വെച്ച് പോകാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ്. നല്ല കാര്യം, അദ്ദേഹത്തിന് അങ്ങനെ കൊടുത്തെങ്കിൽ നല്ല കാര്യമാണ്. ചില അടിസ്ഥാന മൂല്യങ്ങൾ ബലികഴിപ്പിക്കാതുള്ള ഐക്യമെന്നായിരുന്നു അന്ന് പറഞ്ഞിരുന്നത്. അന്ന് സാർ തന്നെ പറഞ്ഞു ലീഗാണ് നേരത്തെ ഭിന്നത ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ SNDP അങ്ങനെ അകറ്റിയത്. സംഭരണ കാര്യത്തിലല്ലേ പറഞ്ഞു. അന്ന് സംഭരണ കാര്യത്തിൽ അതെല്ലാം പോയല്ലോ. സംഭരണത്തിന് തീരുമാനം ഉണ്ടായില്ലേ. സൗഹൃദം തുടരും, എല്ലാവരുമായിട്ടും ഒരുപോലെ സൗഹൃദം തുടരും, എല്ലാ സമുദായ സംഘടന. അതേസമയം NSS തന്നെ ഒന്നും അറിയിച്ചിട്ടില്ല എന്നായിരുന്നു വെള്ളാപ്പള്ളി നടേശന്റെ പ്രതികരണം. ചാനലിലിപ്പോൾ കണ്ട ഒരൊറ്റ വിവരം മാത്രമേ അറിയാവുള്ളൂ. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു മറുപടി ഈ ചാനലിൽ കണ്ടതിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രം ഒരു മറുപടി ഞാൻ പറയുന്നത് ശരിയല്ല. ഇതിൻ്റെ എല്ലാം പൂർണ്ണ രൂപം അറിഞ്ഞ ശേഷം അതിന് ഞാൻ മറുപടി പറയാം. അതുകൊണ്ട് ഇതിനെപ്പറ്റി ഒരു ചോദ്യങ്ങളോ അതിൻ്റെ മറുപടികളോ നമുക്കിപ്പോൾ അപ്രസക്തമാണ്. അതുകൊണ്ട് പ്ലീസ് ഈ ചർച്ച. കൂടുതൽ വിവരങ്ങളുമായി പ്രശാന്ത് ജോസഫ് ചേരുകയാണ്. പ്രശാന്ത്, ഈ വെള്ളാപ്പള്ളി നടേശൻ ഈ ഐക്യവുമായി മുന്നോട്ട് വന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയം എന്നുള്ള സംശയം അത് മനസ്സിലാക്കി അതുകൊണ്ടാണ് ഇപ്പോൾ ഈ ഒരു ഐക്യത്തിൽ നിന്നും പിന്മാറുന്നത് എന്നാണ് ഇപ്പോൾ സുകുമാരൻ നായർ പ്രതികരിക്കുന്നത്. മാത്രമല്ല, ഇങ്ങനെ ഒരു രാഷ്ട്രീയ നീക്കം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് സമദൂരം എന്ന തങ്ങളുടെ പ്രഖ്യാപിത നിലപാടിന് വിരുദ്ധമാകും എന്ന ഒരു കണ്ടെത്തലിനെ തുടർന്നാണ് ഇത്തരമൊരു നീക്കം.
വേണ്ട എന്ന് പറഞ്ഞ നിലപാടുണ്ട്. ഈ കഴിഞ്ഞ ദിവസം വൈസ് പ്രസിഡന്റ് ചർച്ചയ്ക്ക് നിയോഗിച്ചിരുന്നു. അദ്ദേഹം ഈ ദിവസങ്ങളിലെത്തി NSS ആസ്ഥാനത്തെത്തി ജി സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തുമെന്നും അറിയിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് രാവിലെ നടന്ന NSSന്റെ ഡയറക്ടർ ബോർഡ് യോഗത്തിൽ ഇത്തരമൊരു ഐക്യത്തിലേക്ക് പോകേണ്ടതില്ല എന്നൊരു തീരുമാനമുണ്ടായിരിക്കുന്നത്. ജി സുകുമാരൻ നായർ അല്പസമയം മുമ്പ് ഇത് സംബന്ധിച്ച് വിശദീകരിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞത് ഈ ഐക്യത്തിന് പിന്നിൽ ഐക്യം ഉന്നയിച്ച് അല്ലെങ്കിൽ ഐക്യം എന്ന ആവശ്യവുമായി മുന്നോട്ട് വന്നവർക്ക് ഇതിനു പിന്നിൽ എന്തോ ഗൂഢലക്ഷ്യങ്ങളുണ്ട്, രാഷ്ട്രീയ ലക്ഷ്യങ്ങളുണ്ടെന്ന് കരുതുന്നതായാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ നേതാവിനെ തന്നെ ഈ ചർച്ചയ്ക്കായി നിയോഗിച്ചത്. ഒരു എല്ലാ പാർട്ടികളോടും സമദൂരം പുലർത്തുന്ന ഒരു പാർട്ടിയാണ്, ഒരു പ്രസ്ഥാനമാണ് NSS. ഇത്തരം ഒരു ഐക്യവുമായി മുന്നോട്ട് പോയി കഴിഞ്ഞാൽ അത് ഈ സമദൂര നിലപാടിനെ ബാധിക്കുമെന്ന് തന്നെയാണ് കരുതുന്നത്. അതുകൊണ്ട് അത്തരത്തിൽ ഒരു ഐക്യവുമായി മുന്നോട്ട് പോകേണ്ടതില്ല എന്നാണ് കരുതുന്നത്. മറ്റ് ലക്ഷ്യങ്ങളില്ലായിരുന്നുവെങ്കിൽ SNDP നിയോഗിക്കേണ്ടിയിരുന്നത് രാഷ്ട്രീയക്കാരനല്ലാത്ത ഒരു നേതാവിനെ തന്നെയായിരുന്നു. ഒരുപക്ഷെ വെള്ളാപ്പള്ളി നടേശൻ നേരിട്ട് വന്ന് ചർച്ചയ്ക്ക് വന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇത്തരത്തിലൊരു നിലപാടായിരിക്കില്ല NSS സ്വീകരിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഏതായാലും ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ തോതിൽ ചർച്ച ചെയ്യപ്പെട്ട NSS SNDP ഐക്യം ഒരു അടഞ്ഞ അധ്യായമായി മാറുകയാണെന്നാണ് അദ്ദേഹം പറയുന്നത്. മുൻപ് പലപ്പോഴും ഈ ഐക്യം എന്നുള്ള ഒരു ആശയം ഉയർന്നു വന്നെങ്കിലും പലപ്പോഴും പരാജയപ്പെടുകയായിരുന്നു. ഏതായാലും ഇപ്പോഴും ഈ ഐക്യം എന്ന ഒരു വിഷയം ഉയർന്നു വന്നപ്പോൾ അല്ലെങ്കിൽ അത്തരൊരു ആവശ്യം SNDP യോഗം മുന്നോട്ട് വെച്ചപ്പോൾ ഇതിനു പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം തന്നെയാണ് ഉള്ളതെന്നാണ് ഈ പിന്നീടുള്ള ദിവസങ്ങളിൽ മനസ്സിലാക്കാൻ കഴിഞ്ഞതെന്നാണ് NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ പറയുന്നത്. ഏതായാലും ഇനി ഈ ഒരു ഐക്യത്തിനായുള്ള നീക്കം ഇനി ഉണ്ടാവില്ല എന്ന് തന്നെ അദ്ദേഹം പറയുന്നു. അതേസമയം എല്ലാ പാർട്ടികളുമായും അല്ലെങ്കിൽ എല്ലാ സംഘടനകളും സമുദായങ്ങളുമായും സൗഹാർദ്ദമാണുള്ളത്. SNDPയുമായുള്ള സൗഹാർദ്ദത്തിൽ മാറ്റമില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. സൗഹാർദ്ദപരമായി തന്നെ മുന്നോട്ട് പോകും, എന്നാൽ ഐക്യത്തിനില്ല എന്ന് പറഞ്ഞു വയ്ക്കുകയായിരുന്നു NSS ജനറൽ സെക്രട്ടറി ജി സുകുമാരൻ നായർ. പ്രശാന്ത്, അതോടൊപ്പം തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതികരണം ലഭ്യമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത് സംബന്ധിച്ച് കൂടുതൽ പഠിച്ചതിന് ശേഷം അല്ലെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം പ്രതികരിക്കാം എന്നുള്ളതാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഒരു പ്രതികരണം. സ്വാഭാവികമായും ഇതിന് മുൻപ് ഈ ഐക്യത്തിന് മുൻപ് തന്നെ രണ്ട് നേതാക്കളും ഏത് രീതിയിലായിരുന്നു എന്നതൊക്കെ നമ്മുടെ മുൻപിലുണ്ട്. അങ്ങനെയുള്ള ഒരു പ്രതികരണം വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്തുനിന്ന് പ്രതീക്ഷിക്കാമോ ഇനി? തീർച്ചയായും വെള്ളാപ്പള്ളി നടേശൻ അല്പം മുമ്പ് പറഞ്ഞത് അദ്ദേഹത്തിന് ഇത് സംബന്ധിച്ച് NSSൽ നിന്ന് അറിയിപ്പൊന്നും ലഭിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എന്നാൽ പോലും അദ്ദേഹത്തിന് ഇപ്പോഴും അതിലൊരു പ്രതീക്ഷയുള്ളതായാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതേസമയം ജി സുകുമാരൻ നായർ തീർത്ത് പറയുന്നു ഇനി അത്തരമൊരു ഐക്യത്തിന് ഒരു സാധ്യതയുമില്ല. കാരണം ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യം SNDPക്ക് ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇത്തരമൊരു നീക്കവുമായി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് വെള്ളാപ്പള്ളി നടേശൻ ഇപ്പോൾ ഇത് പറയുമ്പോഴും നമുക്ക് ഇനി മനസ്സിലാക്കാൻ കഴിയുന്നത് NSSനും SNDPയും വിരുദ്ധ ധ്രുവങ്ങളിൽ നിൽക്കുന്ന ചില വിഷയങ്ങളുണ്ട്. അത് ഈ പറഞ്ഞ ജാതി സെൻസസുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലാവട്ടെ, അല്ലെങ്കിൽ മുന്നോക്കക്കാർക്കിടയിലെ പിന്നോക്കക്കാർക്ക് വേണ്ടി സംവരണം ഏർപ്പെടുത്തുന്ന വിഷയങ്ങളാകട്ടെ, ഇത്തരം വിഷയങ്ങളിലൊക്കെ ഇവർ വ്യത്യസ്ത അഭിപ്രായങ്ങളിൽ നിൽക്കുന്നവരാണ്. അതുകൊണ്ട് തന്നെ ഇനി ഈ ഒരു ഐക്യത്തിന് സാധ്യതയില്ലെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. ലിജിൻ, ശരി. എന്തായാലും NSS SNDP ഐക്യം ഒരു അടഞ്ഞ അധ്യായമായി തന്നെ അവശേഷിക്കുകയാണ്. മാത്രമല്ല വെള്ളാപ്പള്ളി നടേശന് പിന്നിൽ ഗൂഢലക്ഷ്യമുണ്ട് എന്ന് തുറന്നടിക്കുകയാണ് ജി സുകുമാരൻ നായർ. പ്രശാന്ത് ജോസഫാണ് വിവരങ്ങൾ നൽകിയത്. SNDPയും NSSും തമ്മിൽ ഒരു പരിഹാരമാർഗം ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞങ്ങൾ കരുതിയിരുന്നത് എന്നും എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് മുൻപോട്ട് പോവുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും UDF കൺവീനർ അടൂർ പ്രകാശ് MP. NSSന്റെ പിന്മാറ്റം മാധ്യമങ്ങളിലൂടെയാണ് അറിഞ്ഞത്. അത്തരം കാര്യങ്ങളിൽ ഒരു വിലയിരുത്തൽ പിന്നീട് നടത്തും. രണ്ട് കൂട്ടരെയും ഒരുമിച്ച് കൊണ്ടുപോകാനുള്ള പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കും. തങ്ങളാരും NSS ആസ്ഥാനത്ത് പോയി കാണുകയോ കൂടിക്കാഴ്ച നടത്തുകയോ ചെയ്തിട്ടില്ല. ശബരിമല സ്വർണ്ണക്കൊള്ള ജനങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുകയാണ് UDF ചെയ്തതെന്നും അടൂർ പ്രകാശ് പറഞ്ഞു. CPMന്റെ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നിർണായക യോഗം തുടരുകയാണ്. പയ്യന്നൂരിലെ പാർട്ടി ഫണ്ട് തിരിമറിയെക്കുറിച്ച് വെളിപ്പെടുത്തിയ ജില്ലാ കമ്മിറ്റി അംഗം B. കുഞ്ഞികൃഷ്ണനെതിരായി ജില്ലാ സെക്രട്ടേറിയറ്റ് എടുത്ത അച്ചടക്ക നടപടി ജില്ലാ കമ്മിറ്റി യോഗത്തിൽ റിപ്പോർട്ട് ചെയ്യും. പാർട്ടിയിൽ നിന്നും പുറത്താക്കാനായിരുന്നു ജില്ലാ സെക്രട്ടേറിയറ്റിൽ എടുത്ത തീരുമാനം. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ED ഉദ്യോഗസ്ഥർക്ക് മൊഴികളുടെ പകർപ്പ് കൈമാറാൻ SIT. പ്രതികളുടെ മൊഴികളും സാക്ഷിമൊഴികളും നൽകും. നാളെ ED ഉദ്യോഗസ്ഥർ SIT ഓഫീസിലെത്തി രേഖകളും പരിശോധിക്കും.
പ്രതികളുടെയും സാക്ഷികളുടെയും മൊഴികൾ ED റെയ്ഡിനു മുമ്പ് SITയോട് ആവശ്യപ്പെട്ടിരുന്നു. രേഖകൾ നൽകാതിരുന്നാൽ നിയമതർക്കമാകുമെന്നതിനാലാണ് SIT മേധാവി H. വെങ്കിടേഷ് മൊഴിപ്പകർപ്പുകൾ EDക്ക് കൈമാറാൻ തീരുമാനിച്ചത്. ED ഉദ്യോഗസ്ഥർ SITയുമായി ചർച്ച നടത്തിയ ശേഷം രേഖകൾ പരിശോധിച്ച് ആവശ്യമുള്ളവ കൈമാറും. പ്രതികളുടെ മൊഴിപ്പകർപ്പുകൾ ആവശ്യപ്പെട്ട് SITക്ക് ED കത്തയച്ചിരുന്നു. വിശദമായ മൊഴിപ്പകർപ്പുകൾ ആവശ്യമാണെന്ന് ED വ്യക്തമാക്കിയിരുന്നു. സ്വർണ്ണക്കൊള്ളക്കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ SIT വീണ്ടും ചോദ്യം ചെയ്തു. കട്ടളപ്പാളി കേസിൽ കൂടുതൽ വ്യക്തത തേടിയായിരുന്നു ചോദ്യം ചെയ്യൽ. കേസിൽ കുറ്റപത്രം സമർപ്പിക്കാനുള്ള നടപടികളും വേഗത്തിലാക്കിയതായി SIT അറിയിച്ചു. കുറ്റപത്രം നൽകാത്തതോടെ സ്വർണ്ണക്കൊള്ളയിൽ പ്രതിയായിരുന്ന മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ മുരാരി ബാബുവിന് ജാമ്യം ലഭിച്ചിരുന്നു. കുറ്റപത്രം വൈകിയാൽ ഉണ്ണികൃഷ്ണൻ പോറ്റി ഉൾപ്പെടെയുള്ള പ്രതികൾ ജയിൽ മോചിതരാകും. അമൃത ന്യൂസ്, തിരുവനന്തപുരം. മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി ലഭിച്ച പത്മവിഭൂഷൺ സ്വീകരിക്കണമോ എന്ന് പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്ന് മകൻ VA അരുൺകുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. പുരസ്കാരം കിട്ടിയതിൽ സന്തോഷമുണ്ടെങ്കിലും തീരുമാനം ഒറ്റയ്ക്ക് എടുക്കില്ല എന്ന് മകൻ വ്യക്തമാക്കി. അതേസമയം പുരസ്കാരം സ്വീകരിക്കണമോ വേണ്ടയോ എന്നത് കുടുംബത്തിന്റെ തീരുമാനമെന്നാണ് CPMന്റെ നിലപാട്. മുൻകാലത്ത് CPM നേതാക്കൾ പത്മ പുരസ്കാരങ്ങൾ നിരസിച്ചത് വ്യക്തിപരമായി എടുത്ത നിലപാടാണെന്നും CPM വിശദീകരിക്കുന്നു. VS അച്യുതാനന്ദന് മരണാനന്തര ബഹുമതിയായി രാജ്യം പത്മവിഭൂഷൺ നൽകിയപ്പോൾ CPM ഇതിനോട് എന്ത് നിലപാട് സ്വീകരിക്കുമെന്നായിരുന്നു ചർച്ചകൾ. മുൻകാലങ്ങളിലെ CPM നേതാക്കളുടെ സമീപനങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു ആകാംക്ഷ. കമ്മ്യൂണിസ്റ്റുകാർ പ്രവർത്തിക്കുന്നത് പുരസ്കാരങ്ങൾക്ക് വേണ്ടിയല്ല എന്നും ഭരണകൂടത്തിന്റെ ബഹുമതികൾ സ്വീകരിക്കേണ്ടതില്ല എന്നും CPM എല്ലാ കാലവും നിലപാടെടുത്തിരുന്നു. കേരളത്തിന്റെ ആദ്യ മുഖ്യമന്ത്രിയും തലമുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാവുമായ EMSന് പത്മവിഭൂഷൺ നൽകിയപ്പോൾ പാർട്ടിയും EMSും അത് നിരസിച്ചിരുന്നു. ബംഗാൾ മുഖ്യമന്ത്രിയായിരുന്ന ജ്യോതി ബസുവിന് പരമോന്നത പുരസ്കാരമായ ഭാരതരത്നം നൽകാൻ അന്നത്തെ സർക്കാർ ആലോചിച്ചപ്പോൾ തന്നെ പുരസ്കാരം സ്വീകരിക്കില്ല എന്ന നിലപാട് പാർട്ടിയും ജ്യോതി ബസുവും സ്വീകരിച്ചു. ഹർകിഷൻ സിംഗ് സുർജിത്തിന് പത്മവിഭൂഷൺ നൽകാൻ കേന്ദ്ര സർക്കാർ അന്ന് ആലോചിച്ചപ്പോഴും വാങ്ങില്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. ഏറ്റവും ഒടുവിൽ ബുദ്ധദേവ് ഭട്ടാചാര്യയ്ക്ക് പത്മഭൂഷൺ നൽകിയെങ്കിലും അദ്ദേഹവും അത് നിരസിച്ചിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് VSന്റെ പത്മവിഭൂഷണിൽ പാർട്ടി എന്ത് നിലപാട് സ്വീകരിക്കുമെന്ന് എല്ലാവരും കാത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ തീരുമാനം കുടുംബത്തിന് വിട്ടിരിക്കുകയാണ് CPM. മുൻകാലങ്ങളിൽ വ്യക്തിപരമായി എടുത്ത നിലപാടുകളായിരുന്നുവെന്നും വിശദീകരണം. അത് സംബന്ധിച്ച് ഞങ്ങൾക്ക് വേറെ അഭിപ്രായ വ്യത്യാസമില്ല. ഞങ്ങൾ അതിൻ്റെ മേലെ സ്വീകരിക്കുന്നില്ല. കാരണം VS ഇല്ലല്ലോ, പിന്നെ VSന്റെ കുടുംബമാണ്. VSന്റെ കുടുംബം എടുക്കുന്ന നിലപാടിനോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ് ഞങ്ങൾ പൊതുവെ സ്വീകരിക്കുക. അതേസമയം പത്മവിഭൂഷൺ ലഭിച്ചതിൽ VSന്റെ കുടുംബം സന്തോഷിക്കുന്നുണ്ടെങ്കിലും തീരുമാനം പാർട്ടിയുമായി ആലോചിച്ചു മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന് മകൻ VA അരുൺകുമാർ അമൃത വാർത്തകളോട് പറഞ്ഞു. അച്ഛന് കിട്ടുന്ന അംഗീകാരങ്ങളെല്ലാം തന്നെ മകൻ എന്നുള്ള രീതിയിൽ സന്തോഷമുള്ള കാര്യമാണ്. ഞങ്ങളുടേതൊരു പാർട്ടി കുടുംബമായതുകൊണ്ട് പാർട്ടിയുമായി ആലോചിച്ച് അതനുസരിച്ചുള്ളൊരു തീരുമാനം എടുക്കും. മരണാനന്തരമായി ലഭിച്ച പുരസ്കാരത്തിൽ പാർട്ടിയും കുടുംബവും ആലോചിച്ചായിരിക്കും VSന്റെ പത്മവിഭൂഷൺ സ്വീകരിക്കണമോ എന്ന് ഇനി തീരുമാനിക്കുക. അമൃത ന്യൂസ്, തിരുവനന്തപുരം.